ഇഷ്ടപ്പെടുത്താൻ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മളെല്ലാം പുരോഗമനം സൂചിപ്പിക്കുവാനായി ജീവാന്തിയുടെ ഒരു കോമഡി സ്കിറ്റാണ്. ലെറ്റ്സ് വെൽക്കം ജീവാന്തി. പെയിന്റിംഗ് ഞാൻ പഠിക്കുന്നിരിക്കണോ? ഞാൻ ആ ഒരു മാനസികാവസ്ഥയിലല്ല. എന്നാലും എനിക്ക് വിഷമമുള്ള 3 വർഷം ഞാൻ അവിടെ കുറേ പഠിച്ചില്ല. എന്നിട്ട് അവിടെ തേച്ചിട്ട് പോയില്ലേ? അവിടെ നീ ഇല്ല. ഞാൻ കാസർഗോഡ് പോയിട്ട് ഞാൻ എന്ത് തേക്കണോ? അവിടെ തേക്കുന്നതല്ല. ഈ കട്ടിലോട് പോലീസ് നല്ലപോലെ തേക്കാൻ പറ്റില്ല. ശരി. ആ ഇതെന്റെ വൈഫാണ്. ഞാൻ പരിപ്പെടുത്താൻ മറന്നുപോയി. ഇതെന്റെ വൈഫാണ്. എന്തെങ്കിലും നോക്കി
ശ്രമിച്ചുകൂടായിരുന്നു? ഒരുപാട് ശ്രമിച്ചതാണ് ചേട്ടാ. അതൊക്കെ ഒരു കാര്യം. അല്ല പണി കൊടുത്തിട്ട് അല്ലെങ്കിൽ നഷ്ടമാണ്. പണി കൊണ്ട് പറഞ്ഞാൽ മതി. പിന്നെ ഫാമിലിയൊക്കെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല. കഴിച്ച് കല്യാണമല്ല, ഈ ചായ കുടിക്കാൻ. എന്തിനാ ചേട്ടാ ഇങ്ങനെ പണിക്ക് വന്നവരോടൊക്കെ സംസാരിക്കുന്നത്? അകത്ത് പോകാം. അവർ പണിക്ക് വന്നതുകൊണ്ട് അവർ മനുഷ്യരല്ലേ? ഈ മനുഷ്യരുടെ പെരുമാറും നല്ല പടവാ. ഈ വളരെ കാര്യം മേടിച്ചു കൊടുത്താൽ അറിയാമോ? ഇല്ല. പറയട്ടെ, ഈ മാക്സി ഇവിടെ കാലഘട്ട പാസ് ഇതെല്ലാം ഇവിടെ അമ്മാവ് മാറ്റി കൊടുത്താണ്. ഭയങ്കര സ്നേഹമാണ് അവരോട് അമ്മാവിന്. അമ്മാവിന് ഒരുപാട് കാശ് കൊടുക്കാൻ അമ്മാവിന്റെ ഒരുപാട് പഠിപ്പുകളായിരിക്കും. കല്യാണം കഴിക്കേണ്ടത് എന്റെ സാറേ, എന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പെൺകുട്ടിനെ 3 വർഷമായിട്ട് സ്നേഹിച്ചു. എന്നിട്ട് സാധാരണ ദിവസമായപ്പോ നമ്മൾ വലിയ കുടിക്കാനാണല്ലോ. നിന്റെ കൂട്ടുകാരി ഇതേപോലത്തെ സ്വഭാവമുള്ളത് നിനക്കെല്ലാം സ്വഭാവം എനിക്കറിയാം. കാരണം ഇവർക്ക് സ്വഭാവമില്ല. അവരുടെ കൂട്ടുകാട്ട് വളർത്തുന്നതാണ്. പെണ്ണാണ്. എന്നിട്ട് ബാക്കി പറഞ്ഞില്ല. ബാക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് 3 വർഷം ഞാൻ അവളെ സ്നേഹിച്ചു. ഞാൻ അവർക്ക് മേടിച്ചു കൊടുത്തൊന്നുമില്ല. മാല, കമ്മല്, മാക്സി, പാദസരം, എന്നിട്ട് കൃഷ്ണന്റെ പടം വെച്ച 3 നേരം ഞാൻ മേടിച്ചു. കൃഷ്ണന്റെ അല്ല, രാമന്റെ. അതെ. ബാക്കി എന്താ ഒരു അസുഖം നമ്മളെ തേച്ചിട്ട് പോയി. ജീവിക്കുന്നു. നമുക്കുണ്ട് ഈ അനുഭവമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കുന്ന കുഴപ്പമില്ലല്ലോ. എനിക്കറിയാം തേച്ചിട്ട് പോയെങ്കിലും. നിങ്ങൾ സിനിമയ്ക്ക് പോയിട്ടില്ലേ? നീ അമ്മയുടെ സിനിമയ്ക്ക് പോയിട്ടില്ലേ? എന്ത് ഇതൊക്കെ അറിയാതെ നീ പോയി. ഇതൊക്കെ അങ്ങനെ ഒരു രസമില്ല. സത്യം പറ, നീ അവിടെ സിനിമയ്ക്ക് പോയിട്ടില്ലേ? സിനിമയ്ക്ക് പോയിട്ടുണ്ട്. സിനിമയ്ക്ക് പോയിട്ടുണ്ട്, പാർക്കിൽ പോയിട്ടുണ്ട്, ബീച്ചിൽ പോയിട്ടുണ്ട്, കന്യാകുമാരിയിൽ പോയിട്ടുണ്ട്. നിന്നെ ആ തേച്ചിട്ട് പോയാവില്ലേ? അവിടെ കെട്ടി ആ പൊട്ടയാണെന്ന് സത്യത്തിൽ നീ അല്ല, നിന്നെയാണ് തേച്ചത്. നീയാണ് തേച്ചത്. മുട്ടായി
ചേച്ചി ഞാൻ താനെ കൈക്കൊണ്ടിരുന്നാണേ. അയ്യോ പ്രിയചേട്ടൻ, എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി എന്നെ ചതിച്ചിട്ട് നിങ്ങൾ വേറെ ആളെ കല്യാണം കഴിച്ചതാണ്. നിങ്ങൾക്ക് എവിടെയാണല്ലേ? ആരാണ്? ഈ കാലത്തിന് വേറില്ല. എന്റെ കല്യാണം കഴിഞ്ഞതാ. ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ജീവൻ ടീം. നമുക്ക് വലിയൊരു കൈകൾ കൊടുക്കാം. അവരുടെ അവതരണം കഴിഞ്ഞ് അകത്തോട്ട് പോയി അവരോട് പരിചയപ്പെടാം. അറിഞ്ഞു പ്രവർത്തിച്ചവർ ജീവദേവസി, ഹർഷ ജീവൻ, ലോയൽ ഡൽഹി, സന്തോഷ് മോഹൻ,